ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എറണാകുളത്താണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ ഇതേ മൂവാറ്റുപുഴ വരെ പോയിട്ട് മൂവാറ്റുപുഴയിൽ സ്കൂട്ടർ വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിന് കയറിയിട്ടാണ് എറണാകുളത്തിന് പോണത്. അവിടെ ചെന്ന് വണ്ടി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലായിട്ട് എടുത്തുകൊണ്ടിരുന്നുള്ളൂ. അത് കാരണം പിന്നെ ഞാൻ വേറെ ആരെയും വിളിച്ചില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടും ചൂടല്ലേ, ഈ മോട്ടോറുകാരിങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ ചുമ്മാ ചൂടടിച്ച് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് നേരെ പോയി വണ്ടി നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുത്തായില്ലോ. അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കാണ്ട് നമുക്ക് വീണ്ടും തിരിച്ച് ബസ്സിന് കയറി വന്നിട്ട് ഈ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോരാമല്ലോ. ആ ഒരു പ്ലാനിങ് ആയിരുന്നു. ഇതേ കണ്ടില്ലേ, എന്നെ ചൂടാന്ന് നോക്കിയ റോഡൊക്കെ ചുമ്മാ ചുട്ട് പഴുത്ത് കിടക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. ഞാനാണെങ്കിൽ ഹാഫ് സ്ലീവ് ഷർട്ടാണ് ഇട്ടത്. ഇങ്ങനത്തെ ചൂടിൽ ഹാഫ് സ്ലീവ് ഷർട്ടൊന്നും ഇട്ടുകൊണ്ട് പോകാനുള്ള കളിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ചൂടാണ്. എന്നാൽ പിന്നെ നമ്മൾ ഇവിടെ മോട്ടർ വന്നു, അവിടെ സ്കൂട്ടർ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഹെൽമെറ്റും ആ സ്കൂട്ടറിൽ വെച്ചു. ഭാഗ്യത്തിന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് അറിയാൻ പാടില്ല. എന്നാലും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ സ്കൂട്ടർ വെച്ചിട്ട് KSRTC സ്റ്റാൻഡിൻ്റെ അവിടെയാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കാറും ബൈക്കും സ്കൂട്ടറും എല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെൽമെറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടങ്ങ് പോവാണ്. അപ്പോൾ ഹെൽമെറ്റ് വരുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഗൈസ്. അങ്ങനെ KSRTC സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. KSRTC സ്റ്റാൻഡ് പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ബസ്സുകളൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, 3-4 ബസ്സുകളുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഈ ടൈമിൽ വരുന്ന ടൈമിൽ എന്തോരം ബസ്സാണെന്ന് പറയുമോ. ഇപ്പോൾ ഒരുപാട് നാളായി KSRTC ബസ്സിലൊക്കെ കയറി നടന്നിട്ട്. നമ്മൾ ഈ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ലോങ് യാത്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടറിലും അതുപോലെ തന്നെ കാറിലൊക്കെയാണ് കയറി നടക്കുന്നത്. പണ്ടൊക്കെ ഇവിടെ വന്ന് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഇവിടെ എന്നെ തിരക്കായിരുന്നു. ഇവിടെ നിന്ന് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബസ്സിൻ്റെ ഇതായിരുന്നു. നമ്മുടെ ബസ് ഇവിടെ കിടക്കണ്ട കേട്ടോ. എൻ്റെ ഭാഗ്യത്തിന് ഇവിടെ തന്നെ ബസ് കിടക്കുന്നുണ്ട്. ഒറ്റയടിക്ക് തന്നെ ബസ് കിട്ടി. പിന്നെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുരും ചൂടത്ത് ഈ ബസ് നോക്കി നടക്കണ കാര്യം ഭയങ്കര ശോകമാണ്. ബസ് നോക്കി വെയിറ്റ് ചെയ്യണ കാര്യം. എന്താ ഭാഗ്യം കൊണ്ട് ബസ് അവിടെ കിടക്കണ്ടായിരുന്നു, അതിനകത്ത് കയറിയിരുന്നു. പിന്നെ നമ്മൾ 500 രൂപ നമ്മുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കടകളിൽ ചേഞ്ചിന് വേണ്ടി നോക്കിയപ്പോൾ ആരും തന്നില്ല. പിന്നെ അവസാനം നമ്മൾ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കണ്ടക്ടർ തന്നെ നമുക്ക് ചേഞ്ച് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബസ്സിൽ കയറി ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ നോക്കി കഴിഞ്ഞു. നല്ല വൈബുണ്ട് കേട്ടോ. ബസ്സിൻ്റെ ഉള്ളിൽ ആരുമില്ല. നട്ടുച്ച സമയമായിരുന്നു, ആരുമില്ല. അങ്ങനെ ബസ് പുറപ്പെടുകയാണ് ഗൈസ്. അങ്ങനെ മോട്ടറിൽ നിന്ന് ബസ് എടുത്തു കേട്ടോ. ബസ് എടുത്ത് വയ്യ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് അപ്പുറം നമ്മുടെ തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ബസ് എടുത്ത് ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എറണാകുളത്ത് ചെന്നിട്ട് ഇനി അവിടെ ചെന്ന് വണ്ടി നോക്കി എടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ 6 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞത്. ഞാനിപ്പോൾ നട്ടുച്ച സമയത്താണ് പോയത്. ഇനിയിപ്പോൾ അവിടെ 6 മണിക്ക് വരെ ഇനി പോസ്റ്റ് ആവുമോ എന്നുള്ളത് കണ്ടറിയണം. എന്നാലും ചെന്ന് നോക്കാം. പിന്നെ ബസ്സിൻ്റെ ടിക്കറ്റ് ഇവിടെ തൃപ്പൂണിത്തുറ വരെ 38 രൂപയുള്ളൂ കേട്ടോ. വളരെ ചീപ്പ് റേറ്റാണ് ബസ്സിന്. നമ്മൾ തൃപ്പൂണിത്തുറ വരെ വല്ല ബൈക്കിലോ സ്കൂട്ടറിലോ കാറിലൊക്കെ പോവുകയാണെങ്കിൽ മിനിമം ഒരു സ്കൂട്ടറിൽ പോവുകയാണെങ്കിൽ 300 രൂപയെങ്കിലും പെട്രോൾ അടിക്കണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇതിപ്പോൾ 38 രൂപയ്ക്ക് വളരെ തുച്ഛമായിട്ട് നമുക്ക് പോകാൻ പറ്റി, വളരെ സിമ്പിളായിട്ട്. എന്തായാലും ബസ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെയുള്ള ആളെ വിളിച്ചു. അപ്പോൾ നമ്മുടെ ടാറ്റയിൽ നിന്നാണ് ആൾ വന്നത്. ടാറ്റയിൽ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവൻ ഇങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ കയറി പോവാണ് കേട്ടോ. അവൻ്റെ കൂടെ കയറി പോവാണ്. അവൻ്റെ കൂടെ സ്കൂട്ടറിൽ കയറിയിട്ട് ഞാൻ ടാറ്റയിലേക്ക് പോവാം.
അങ്ങനെ ഒരു 3 മണി 4 മണിയൊക്കെ ടൈമിലാണ് അവിടെ ചെന്നത്. അപ്പോൾ അവന് പറഞ്ഞു ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബജിക്കടയിൽ കയറി ചായ കുടിച്ചു. വന്നിട്ട് പിന്നെ അവനത് ഈ ടാറ്റയിൽ ഇറക്കി വിട്ടു കേട്ടോ. ടാറ്റയിൽ അവൻ ഇറക്കി വിട്ടു. അല്ല, അവൻ എന്നെ ടാറ്റയുടെ അവിടെ ഇറക്കി വിട്ടിട്ട് അവൻ ദേ ടാറ്റയുടെ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടോ. ദേ പോണവൻ, ദേ കാണണ്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 6 മണി വരെ ഞാൻ അവിടെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. കട്ട വെയിറ്റിങ്. അവിടെ കുറേ വണ്ടികൾ പോണതും അതും ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തും അല്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് നമ്മളത് വണ്ടി എടുത്ത് ഗൈസ് നോക്കി. അപ്പോഴത്തേക്കും രാത്രിയായിരുന്നു. അതാണ്ട പിന്നെ വീഡിയോ ഒന്നും എടുക്കാണ്ട് വന്നത്. എന്നിട്ട് പിന്നെ അത് നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വരുമ്പോൾ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ.